ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചെമ്മീൻ പൊടിയുടെ റെസിപ്പിയാണ്. അതിനായിട്ട് കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ, ഉണക്ക ചെമ്മീൻ ഒരു 50 ഗ്രാമാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അതൊരു ചീനച്ചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. വേറെ നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വറ്റൽമുളക്, ചുവന്നുള്ളി, വേപ്പില, ഒരു ചെറിയ കഷ്ണം പുളി, നാളികേരം. ഇത്രയാണ് നമുക്ക് വേറെ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചെമ്മീൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നാളികേരം, നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന നാളികേരം ഒന്ന് ലൈറ്റായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. തീ എപ്പോഴും സിമ്മിലായിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരി പിടിച്ച് പോകും. വെള്ളിക്കുട്ടനെ കൊണ്ട് തോറ്റു. അങ്ങനെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത നാളികേരത്തിലോട്ട് വേപ്പിൻ്റെ ഇല, ഒരു ചെറിയ കഷ്ണം പുളി, ചുവന്നുള്ളി ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് അധികം നേരം മിക്സ് ചെയ്യാൻ നിൽക്കണ്ട, ചിലപ്പം കരിഞ്ഞു പോവും. തീ സിമ്മിലാണ് ശ്രദ്ധിക്കണം കേട്ടോ, തീ കൂടിപ്പോയാൽ ചിലപ്പോൾ കരിഞ്ഞു പോവും. അതിനുശേഷം നമ്മൾ മുന്നേ ആക്കി വെച്ചിരുന്ന നമ്മുടെ വറ്റൽമുളകും ഉണക്ക ചെമ്മീനും കൂടി ചേർത്ത് ഒന്ന് ടോട്ടലായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഒരു 30 സെക്കൻഡ്സൊക്കെ മതിയാവും. അത് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് സെറ്റാക്കി വയ്ക്കുക. തീ ഓഫ് ചെയ്യുക. വേറൊരു പാത്രത്തിലേക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് പൊടിച്ചെടുക്കണം. ഇനി അപ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കുക. സോ അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. ചൂടാറിയ ശേഷം പകുതി, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇട്ടാൽ ചിലപ്പോൾ അത് മൊത്തത്തിൽ പൊടിഞ്ഞു വരത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു പകുതി നമുക്ക് എടുത്തിട്ട് നമുക്ക് അത് പൊടിച്ചെടുക്കാം. ബാക്കിയുള്ളത് നമ്മൾ ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കുക. ചിലർക്ക് നന്നായി പൊടിക്കുന്നതാണ് ഇഷ്ടം, ചിലർക്ക് അധികം പൊടിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അറിയിക്കണം കേട്ടോ. ബായ്.